ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പ് കാലത്താണ് നമ്മൾ നൊമ്പരപ്പെടാനുള്ള കാലമാണ്. അതിനേക്കാളേറെ പ്രകാശിക്കാനുള്ള കാലമാണ്. തിന്മകളുടെ അടുക്കിച്ചാരിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാനുള്ള നേരമാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കുവാനും ദൈവകൃപയുടെ സമൃദ്ധിയിലേക്ക് ഉയരുവാനും ഉണരുവാനുള്ള വിളി കേൾക്കേണ്ട നേരമാണ്. കുറച്ച് ഭക്തിഅഭ്യാസങ്ങൾ ചെയ്യുകയല്ല നോമ്പിൻ്റെ കാതൽ. ജീവിതത്തെ മറിച്ച് പണിയുകയാണ്, പുനർനിർമ്മിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. കർത്താവ് തൻ്റെ പ്രസംഗത്തിൽ തിരിച്ചുവരവിൻ്റെ 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, 3 ഉപമകൾ. അത് 3 വിശ്വപ്രസിദ്ധമാണ്. ഒരു വിഷയ ദൂർത്തപുത്രൻ്റെത് ഏറ്റവും പ്രസിദ്ധമാണെന്ന് മാത്രം. കാണാതെ പോയ നാണയം, കാണാതെ പോയ ആട്, കാണാതെ പോയ മകൻ. തിരിച്ചുവരവ് ഒരു ഉത്സവമായി ഈ 3 കാര്യത്തിലും കർത്താവ് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 കാര്യങ്ങളും തമ്മിൽ കാതലായ ചില വ്യത്യാസങ്ങളുണ്ട്. കാണാതെ പോയ നാണയവും കാണാതെ പോയ ആടും സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു വരാൻ പറ്റുന്നവരായിരുന്നില്ല. അവരെ തേടിപ്പോകാനും അന്വേഷിച്ചു കണ്ടെത്താനും മറ്റുള്ളവർ മെനക്കെടേണ്ടി വന്നു. പക്ഷെ കാണാതെ പോയ മകൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റുമായിരുന്നുള്ളൂ. തേടിപ്പോകാൻ കഴിയുമായിരുന്നില്ല, കാത്തിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ദൈവം നിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ കാലമാണ് ഈ നോമ്പ്. തിരിച്ചു വന്നാൽ പട്ടും വളയുന്നതിനൊക്കെ സ്വന്തം എന്ന് ഉദ്ഘോഷിക്കുന്ന നേരമാണ് ഈ നോമ്പ്. നഷ്ടപ്പെട്ടൊരു പിതാവിനെ ആ മകൻ്റെ നഷ്ടത്തിൻ്റെ വേദന അറിയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ നൊമ്പരം നമ്മുടേതിനേക്കാളും ദൈവത്തിന് മനുഷ്യനാണ്. അവന് സ്നേഹത്തിൻ്റെ, നന്മയുടെ, കൃപയുടെ സമൃദ്ധിയിലേക്ക് തിരികെ വരാനും അതൊരു ആഘോഷമാക്കി മാറ്റാനും നിങ്ങൾക്കാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസകളും. മനസ്സുണ്ടെങ്കിൽ നമുക്ക് മാനത്തോളം ഉയരുവാൻ, ഇല്ല എങ്കിൽ ഭൂമിയിൽ പാതാളത്തോളം താഴുവാനും സാധിക്കും. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ നന്മയും അതിൻ്റെ ആപത്തും. ഒരേ സമയം ഇത്രയുമേറെ അനുഗ്രഹീതമായ ജന്മം വേറെയില്ല. അതേസമയം തന്നെ ഇത്രയേറെ നശിക്കുവാൻ സാധ്യതയുള്ള ജന്മവും വേറെയില്ല. ഈ നോമ്പ് കാലം നമുക്ക് കുറച്ച് ഭക്തിഅഭ്യാസങ്ങളുടെ കാലം മാത്രമാകരുത്. സ്നേഹത്തിൽ, കൃപയിൽ ആഴപ്പെടുവാനും ദൈവ നന്മയാൽ കുറച്ചുകൂടി ഹൃദയം നിറയാനും കുറച്ചുകൂടി നന്മയുടെ പൂക്കൾ ഹൃദയത്തിൽ വിരിയിക്കാനും വീട്ടിലും നാട്ടിലും നന്മയുടെ സൗകര്യം വരുത്തുന്ന പുത്തൻ പൂക്കളായി മാറുവാനുള്ള ക്ഷണവും നിയോഗവും ഈ നോമ്പുകാലത്ത് നാം ഏറ്റെടുക്കണം. വെറും വ്യക്തിനിഷ്ഠമായ ഒരു ആചരണമായിട്ട് നോമ്പിലെടുക്കരുത്. നമ്മുടെ നാട്ടിൽ വേദനിക്കുന്നവർ എത്രയുണ്ട്, ആരുമില്ലാത്തവരാരൊക്കെയുണ്ട്, അപ്പം നഷ്ടപ്പെട്ട മക്കളുടെ ദുഃഖം എത്ര അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്. എവിടെയൊക്കെയാണ് ഒറ്റപ്പെടലിൻ്റെ വേദന വിങ്ങുന്ന മനുഷ്യമായി കഴിയുന്നത്. അവരെ തേടിപ്പോകാൻ, നഷ്ടപ്പെട്ട ആട്ടിനെ തിരികെ കൊണ്ടുവന്ന ആട്ടിടയൻ്റെ മനസ്സോടെ തിരികെ എത്തിക്കാനും ജീവിതത്തിൻ്റെ നന്മകളുടെ സമൃദ്ധിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ നാം ശ്രമിക്കുകയും കൂടി ചെയ്യേണ്ട കാലമാണ് ഈ നോമ്പ്. നോമ്പിൻ്റെ ആശംസകൾക്ക് നേരുകയാണ്. ഉയർപ്പ് നിത്യമായൊരു അനുഭവമായി മാറാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിന്മയിൽ നിന്നും നന്മയിലേക്കും കൂടുതൽ കൃപയിലേക്കും കൂടുതൽ ഔദാര്യത്തിലേക്കും കൂടുതൽ മനുഷ്യത്വത്തിൻ്റെ മഹിമയിലേക്കും ഓരോ ദിവസവും ഉയർത്തി നിൽക്കുവാൻ ഉദ്ധിതനായ കർത്താവ് നന്മകളുടെ കൂമ്പാരം ഈ നോമ്പുകാലത്ത് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നോമ്പിൻ്റെ കൃപയും വീണ്ടെടുപ്പിൻ്റെ അനുഗ്രഹവും തിരിച്ചുവരവിൻ്റെ ആഹ്ലാദവും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.